إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله. ആദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആദ്യത്തെ സ്റ്റെപ്പ് സ്രഷ്ടാവായ റബ്ബിനെ പഠിക്കുക എന്നതാണ്. ആരാണ് നമ്മുടെ സ്രഷ്ടാവ്? എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? ഇവിടെ ഇങ്ങനെ കുറെ കാലം, ഒരു 60 കൊല്ലം കൂലിപ്പണിയെടുത്ത് അധ്വാനിച്ച് അതിന് മുമ്പ് കല്യാണം കഴിച്ച് മക്കളായി, പിന്നെ ഇങ്ങനെ കുടുംബമായി ജീവിച്ചു, അങ്ങനെ മരിച്ചു. ഒന്നല്ലെങ്കിൽ പൊതു ശ്മശാനത്തിൽ, അല്ലെങ്കിൽ സെമിത്തേരിയിൽ, അല്ലെങ്കിൽ ഖബർസ്ഥാനിൽ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഹൈന്ദവന്റെ, ക്രൈസ്തവന്റെ, മുസൽമാന്റെ, അല്ലെങ്കിൽ നിരീശ്വരവാദിയാണെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ കത്തിക്കുകയാണെങ്കിൽ കത്തിക്കുക, അല്ല മണ്ണിലേക്ക് ഖബറടക്കം നടത്തുകയാണെങ്കിൽ അങ്ങനെ തീർന്നു പോകാനുള്ളതാണ് ഈ ജീവിതമെന്ന് നിങ്ങൾ വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊരു മൗഢമായ വിശ്വാസമാണ്, മൂഢമായ വിശ്വാസമാണ്. ഒന്നുമില്ലാത്തതിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന പ്രപഞ്ചത്തിന്റെ നാഥനെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന ഘട്ടങ്ങളെ പരിശോധിച്ചാൽ രക്തപിണ്ഡം പിന്നെ മാംസപിണ്ഡമായി മാറുന്നത്, മാംസപിണ്ഡത്തിൽ എല്ലുകൾ വരുന്നത്, എല്ലുകളെ മാംസം കൊണ്ട് പൊതിയുന്നത്, പിന്നെ പോരാ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു മനുഷ്യരൂപമായി മാറുന്നത്, എത്ര ചെറിയ കുഞ്ഞി കൈകളിൽ അതിന്റെ നഖം പൂർണ്ണമായി റെഡിയാകുന്നത്, അവന്റെ കണ്ണ്, അവന്റെ മൂക്ക്, അവന്റെ ചെവി, ആന്തരിക അവയവങ്ങൾ, ബാഹ്യ അവയവങ്ങൾ എല്ലാം കഴിഞ്ഞ് 9 മാസമോ ദിവസങ്ങളോ ആകുമ്പോ ഗർഭപാത്രത്തിന്റെ വാതിൽക്കൽ വന്ന് തലയുടെ ഭാഗം, കുട്ടിയുടെ തലഭാഗം വന്ന് മുട്ടി വിളിക്കുമ്പോ അതേ പ്രസവ വേദന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും സംസാരിക്കുന്ന, നമ്മുടെ ഭാര്യമാർ പറയുന്ന ആ പ്രസവത്തിന്റെ സമയമെടുത്തു. ഒരു കൊടുത്ത ദ്രാവകം, റബ്ബ് ദൈവം സൂക്ഷിച്ച ദ്രാവകം, ഒരു പ്രത്യേക സഞ്ചിയിൽ സൂക്ഷിച്ച കൊടുത്ത ദ്രാവകം ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചു കൊടുത്ത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ആ വടിയെ വടിക്കുള്ള വെള്ളമാക്കി, ഒരു വടിയാക്കി, ഒരു വടിവെടുത്ത വടിയാക്കി കൊടുക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ. അതൊന്ന് പഠിച്ചു നോക്ക് നിങ്ങള്, അതൊന്ന് അറിഞ്ഞു നോക്കൂ നിങ്ങള്, അതൊന്ന് പഠിച്ചു നോക്ക്. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, അമുസ്ലിങ്ങളെ, ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. മഹാത്ഭുതമാണ്, ആശ്ചര്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരുക്കിയ അത്ഭുതമാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ എന്റെ രക്ഷിതാവിലെ മാറി ചിന്തിക്കാൻ, ആലോചിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെ നമ്മെ മലന്ന് കിടക്കാൻ മാത്രം അറിഞ്ഞിരുന്ന നമ്മള് കമയിന്ന് കിടന്ന്, പിന്നെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, പിന്നെ പതുക്കെ ഇരുന്ന്, പതുക്കെ എഴുന്നേറ്റ് നിന്ന്, പതുക്കെ നടന്ന്, വീണ് വീണ്ടും എഴുന്നേറ്റ് ഓടി, അങ്ങനെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെയാണ് നിങ്ങൾ അറിയേണ്ടത്, പഠിക്കേണ്ടത്. ആരാധനകളുടെ മുച്ചൂട് ഭാഗവും അവന്റെ മുമ്പിൽ വെക്കണം എന്നത് ഇസ്ലാം പറയുന്നു. ഇതിൽ തെറ്റുണ്ടോ? ഉണ്ടോ? ബാക്കി ചില കാര്യങ്ങളൊക്കെ നമസ്കാര ശേഷം പറയും. ഇതിൽ തെറ്റുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്, ആലോചിക്ക്. ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ ഇവിടുത്തെ ഹൈന്ദവരോട് ചോദിക്കുക, മുസ്ലിങ്ങളോട് ചോദിക്കുക, മുസ്ലിങ്ങളോട് ചോദിക്കുക, ക്രൈസ്തവരോട് ചോദിക്കുക. ഈ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ ഓതിയ ആയത്ത്, അതിന്റെ അർത്ഥം ഒന്ന് കേട്ടില്ലേ നിങ്ങൾ? നേരത്തെ അധ്യക്ഷൻ പറഞ്ഞത്, മനുഷ്യരെ യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന് പറയുന്ന ആയത്തെ ആവർത്തിക്കുന്നില്ല. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവായ, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച സ്രഷ്ടാവായ ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനാണ് ആകാശത്തുനിന്ന് വെള്ളമിറക്കുന്നത്, ഭൂമിയെ ഇവിടെ ഉൽപാദനങ്ങൾ ഉൽപാദിപ്പിക്കുന്നത്, ചെടികളെ, സസ്യങ്ങളെ മുളപ്പിക്കുന്നത്, അതെ, നമുക്ക് വേണ്ട എല്ലാവിധ ഉൽപാദനങ്ങളും തരുന്നത്. എന്നിട്ട് നിങ്ങൾ ആ ദൈവത്തിൽ, ആ റബ്ബിൽ, ഈ വിരാട് പുരുഷനിൽ, ഈ സൃഷ്ടാവിൽ നിങ്ങൾ പങ്കു ചേർക്കുകയാണോ? പകരക്കാരെ നിശ്ചയിക്കുകയാണോ? സമന്മാരെ നിശ്ചയിക്കുകയാണോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യത്തിന് തെറ്റാണ് എന്ന് പറയാൻ വടുവഞ്ചാലിലെ മനുഷ്യരെ നിങ്ങൾക്ക് കഴിയുമോ? എന്നെ കേൾക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കഴിയുമോ?
അതാര് ചെയ്താലും ആ ഭാഗമാണ് ഞാൻ ഇൻഷാ അല്ലാഹ് മഗ്രിബ് കഴിഞ്ഞിട്ട് പറയാ. അത് മുസൽമാൻ ചെയ്താലും ഹൈന്ദവൻ ചെയ്താലും ക്രൈസ്തവൻ ചെയ്താലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വടുവഞ്ചാലിൽ ഈ പ്രൗഢമായ സദസ്സിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് മുഹമ്മദ് നബി ആരാധിക്കാനാണ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രസംഗത്തിന് കടമില്ല, എന്റെ പ്രസംഗത്തിന് കാമ്പില്ല, എന്റെ പ്രസംഗത്തിനും ബേസ് ഇല്ല. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു വ്യക്തിയിലേക്കാണ് എങ്കിൽ അല്ല, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് മുഹമ്മദ് നബി ആരാധിക്കരുത് എന്ന് പറയാനാ. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് യേശു ക്രിസ്തു ഈസാ നബി ആരാധിക്കരുത് എന്ന് പറയാനാ. കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ ആരാധിക്കരുത് എന്ന് പറയാനാ. മഹത് വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊള്ളുക, ആരാധിക്കരുത് എന്ന് പറയാനാ. ഖബറിടങ്ങളിൽ കിടക്കുന്ന മഹത്തുക്കളെ ആദരിച്ചുകൊള്ളൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളൂ, അവരെ ആരാധിക്കരുത്, അവരോട് പ്രാർത്ഥന നടത്തരുത് എന്ന് പറയാനാ. ഈ ലോകത്ത് നേർച്ചകളും വഴിപാടുകളും അർച്ചനകളും ഉണ്ട്. അത് പ്രപഞ്ചത്തിന്റെ നാഥനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കൂലി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടതാ. ഖബറിടങ്ങളിൽ കിടക്കുന്ന മഹത്തുക്കൾ ആഗ്രഹിച്ചുകൊണ്ടല്ല, അവിടെ തഖർറുബ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതെങ്കിൽ എന്റെ പ്രസംഗത്തിന് ബേസ് ഇല്ല, അസിലില്ലാത്ത പ്രസംഗമാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഏതോ ഒരൊറ്റപ്പെട്ട വ്യക്തിയിലേക്കോ ഒരു മനുഷ്യനിർമ്മിതമായ ആശയത്തിലേക്കോ ആയി പോകും അല്ല, മറിച്ച് ഞാൻ മനുഷ്യനിർമ്മിതമായ ആദർശത്തിലേക്കും ആശയത്തിലേക്കുമല്ല നിങ്ങളെ ക്ഷണിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ, പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ നാഥനായ ആ ദൈവത്തിന്റെ സന്ദേശത്തിലേക്കാണ്. ഇതിനെതിര് പറയാൻ ആർക്ക് കഴിയും? ഇതിനെതിര് പറയാൻ ആർക്ക് കഴിയും? ഒരു പബ്ലിക് സമൂഹം എന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിക്കണം. കാരണം നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്നിട്ട ഈ രാജ്യം ഒരു മതേതരത്വ രാജ്യമായി നിലനിന്നത്. ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ ധാരാള ഹസ്തങ്ങളിൽ ബൂട്ടിനടിയിൽ കിടന്നമർന്നു പോകുന്ന ഒരു കോളനി വൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ മുസൽമാൻ, ഇവിടുത്തെ ഹൈന്ദവൻ, ഇവിടുത്തെ ക്രൈസ്തവൻ, അന്ന് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്ന് വളരെ ഒരു ചെറിയ ടീം മാത്രമാണ് അന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ ആ ശൂനക്കികളായി മാറി നിന്നത്, അവരുടെ ചാരന്മാരായി മാറി നിന്നത്. ഇന്ത്യ രാജ്യമെന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിലെ ഒരു ചെറിയ ടീമായിരുന്നു. ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, അബുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ അല്ലേ, അതിലെല്ലാവരും ഇല്ലേ. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന, ഇന്ത്യ ഗേറ്റ് എന്നറിയപ്പെടുന്ന ഗേറ്റിന്റെ അടുത്തേക്ക് പോകാൻ അനുവാദമോ പെർമിഷനോ ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നോക്കിക്കോളൂ നിങ്ങൾ. ആ ഗേറ്റിന്റെ രണ്ട് ഭാഗത്തും 1 ലക്ഷത്തോളം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ മാഞ്ഞു പോകാത്ത വിധത്തിൽ ഇന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. നാളെയുടെ ലോകത്ത് അത് ഉണ്ടാകുമോ എന്നറിയില്ല, നാളെ അത് തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നറിയില്ല, അറിയാതെയല്ല വായിച്ചു കളയുമോ എന്നറിയില്ല. ചരിത്രങ്ങളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ ആളുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ത്യ ഗേറ്റിന്റെ രണ്ട് ഭാഗത്തും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അതേ പോരാട്ടം നടത്തിയ അതിശൂരന്മാരായ പോരാളികളുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. അത്ഭുതം എന്തെന്നറിയുമോ ഇവിടുത്തെ നാട്ടുകാരെ? 1 ലക്ഷം ആളുകളുടെ പേര് ഇന്ത്യ ഗേറ്റിൽ രേഖപ്പെടുത്തിയപ്പോ അതിന്റെ 60% എന്ന് പറഞ്ഞാൽ 60,000 പേരും മുസ്ലിങ്ങളുടെ പേരാണ്. 60,000 പേര് ഇന്ത്യ ഗേറ്റിൽ കിടക്കുന്നത്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തെ പാകിസ്ഥാനിലേക്ക് ഒരു കൂട്ടം ആളുകൾ മാറിപ്പോയപ്പോ, ബംഗ്ലാദേശിലേക്ക് മാറിപ്പോയപ്പോ, ഈ രാജ്യത്ത് ജനിച്ച നാട്ടിൽ ഞങ്ങൾ ജീവിക്കും, ജനിച്ച മണ്ണിൽ ഞങ്ങൾ മരിക്കും, വേറെ മുസ്ലിങ്ങൾക്ക് വേറെ നാട് വേണ്ട എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും ഒക്കെ തോളോട് തോള് ചേർന്ന് നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ഗാന്ധിജിയുടെ തോളിൽ നിന്ന് കൈയെടുത്ത്, ഗാന്ധിജി അബുൽ കലാം ആസാദിന്റെ തോളിൽ നിന്ന് കൈയെടുത്ത് നിസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന തൗഹീദിന്റെ പ്രചാരകനായ, അതേ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്ന് പരിചയപ്പെടുത്തുന്ന അബുൽ കലാം ആസാദ് ഒരു ഭാഗത്തു നിന്ന് പ്രിയപ്പെട്ടവരെ ഇല്ല ഉണ്ടായിട്ടില്ലേ? ചോദിച്ചു നോക്കുങ്ങള്, സെർച്ച് ചെയ്ത് നോക്ക് നിങ്ങൾ. എല്ലാവർക്കും ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളതാ, സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്നതാ. ഒന്ന് പരിശോധിച്ചു നോക്ക്. 60%, 1 ലക്ഷം പേര് കുറിക്കുമ്പോ 60% എന്ന് പറഞ്ഞാൽ 60,000 പേരും മുസ്ലിങ്ങളുടെ പേരാണ് രാജ്യത്തിന്റെ ഗേറ്റിന്റെ രണ്ട് ഭാഗത്തും എഴുതി ചേർത്തിട്ടുള്ളതെങ്കിൽ അതിനർത്ഥം എന്താ? മുസ്ലിങ്ങൾ ആരും രാജ്യത്തിന്റെ സമര പോരാട്ടത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോകാത്തവരാ. വാരിയും കുന്നത്ത്, അതേ
വാരിയ കുന്നത്ത് എന്താ പറഞ്ഞെന്നറിയുമോ? എല്ലാവരെയും തിരിച്ചു നിർത്തി പുറത്തേക്ക് പുറകുവശത്ത് നിന്ന് വെടിയുതിർത്ത് കൊന്നു തീർക്കുമ്പോ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരോടും ഒത്താശ പാടുന്നവരോടും അവിടുത്തെ കാവൽഭടന്മാരോടും അവർക്ക് ചാരപ്പണി എടുക്കുന്നവരോടും വാരിയും കുന്നത്ത് കൈകളിൽ ഇട്ടിരിക്കുന്ന ചെങ്ങലകളെ മാറ്റി നിർത്താനാവാതെ അതങ്ങ് ബലത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഈ രാജ്യത്ത് ജനിച്ചവനാ, ഈ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവനാ, പുറംതിരിച്ച് പുറത്തേക്ക് വെടിയുതിർക്കാതെ മുഖത്ത് നിന്ന് മൂടി നീക്കി മുഖത്ത് നിന്ന് തുണി മാറ്റി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിന്ന് നെഞ്ചിലേക്ക് വെടിയുതിർത്തി കൊല്ലണോ. ഈ നാട്ടിൽ ജനിച്ചവനാ ഞാന്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 6 അടി മണ്ണ് ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ എന്ന് പറഞ്ഞ വാരിയംകുന്നത്തിന്റെ പിൻഗാമികളാ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത്. അറിയോ, മാറി നിന്നിട്ടില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്ന് ഒരുമിച്ചു നേടിയതാ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് 1,00,000 ആളുകളുടെ പേര് കുറിച്ച് 60,000 പേര് മുസ്ലിങ്ങളുടെ പേരായത് വെറുതായതല്ല. മാറി നിന്നിട്ടില്ല. ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. ആ രാജ്യത്ത് നിന്ന് മതത്തിന്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തി വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നവരെ, ഹൈന്ദവരെ, ക്രൈസ്തവരെ, മുസ്ലിങ്ങളെ സാന്ദർഭികമായിട്ട് ഞാൻ പറയാ, നമ്മൾ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തണം. ഇല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത കളറുകളുള്ള പുഷ്പങ്ങളെ കാണാനുള്ള സൗന്ദര്യമായ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇല്ല, ആ വർണ്ണാഭമായ ഒരു തോട്ടത്തിലെ പല വിധത്തിലുമുള്ള ചെടികളെയും പൂവുകളെയും നോക്കിക്കാണുന്നത് പോലെ ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും നിരീശ്വരവാദികളും ഒക്കെ ഒരുമിച്ചു നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിച്ചുകൊണ്ട് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി രണ്ടാമത് യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു രാജ്യത്തെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ അതിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവരോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്ന ഹൈന്ദവർ അന്ന് പോരാട്ടം നടത്തിയത് എന്തിനാണെന്നറിയോ? എന്തിനാ? ഞങ്ങൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യവും വേണ്ട, പക്ഷേ പുരുഷന്മാരുടെ മുന്നിൽ വരുമ്പോ ഞങ്ങളുടെ മാറുമറച്ച് ഒരു തോർത്തുമുണ്ട് ഞങ്ങളുടെ മാറിടത്തിലിടാൻ അനുവദിക്കണമെന്ന് വലിയ 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 ജാതി എന്ന് അവകാശപ്പെടുന്ന തമ്പ്രാക്കന്മാരുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതേണ്ടി വന്ന ഒരു രാജ്യത്തിന്റെ കഥയിലേക്ക് തിരിച്ചു പോകണോ ഈ നാട്, ഈ രാജ്യം? ചിന്തിച്ചോളൂ, ആലോചിക്കാനാ പറയുന്നത്, വെറുതെ പറയല്ല. മഗ്‌രിബിന്റെ ബാങ്കിന്റെ സമയമായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് എന്റെ വാക്കുകൾ തുടരും അല്പസമയം കൂടി. അതിനുശേഷം ബഹുമാനനായ മൂസ സലാഹി കാരയുടെ സംസാരം ഉണ്ടാകും. റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഗ്‌രിബിന് മുമ്പുള്ള സംസാരം ഞാൻ താൽക്കാലികമായി നിർത്തുകയാണ്. ബാങ്ക് കൊടുക്കാൻ സമയമായി. ബാങ്ക് കൊടുത്ത് പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞ് ഈ സദസ്സിനെ ധന്യമാക്കാൻ നിങ്ങളെല്ലാവരും തിരിച്ചെത്തണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله. ആദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മഗ്‌രിബ് നമസ്കാരാനന്തരമുള്ള 2 സംസാരങ്ങൾ, ഈ സംസാരമടക്കം 2 സംസാരങ്ങൾ ആണ് ഇനി ഇവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം ബഹുമാന്യനായ മൂസ സലാഹി കാരയുടെ സംസാരം കൂടി ഇവിടെ നടക്കാനുണ്ട്. ഞാൻ മഗ്‌രിബിന് മുമ്പ് പറഞ്ഞു വെച്ചത് ഈ രാജ്യത്തിന്റെ നന്മക്കായിട്ടുള്ള പോരാട്ട വീര്യങ്ങളിലൊക്കെ
സലഫികൾ എന്ന് പറയുന്നവർ മാറി നിന്നിട്ടില്ല. തൗഹീദ് ഉൾക്കൊണ്ടവർ ഒരിക്കലും പിറകോട്ട് പോയിട്ടില്ല. ഞാൻ വളരെ ചെറിയ സമയമാണ് ഇനി ഇവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ട് ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ ഏറെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സമസ്ത വിളിച്ച പ്രോഗ്രാമിൽ ചെന്ന് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം പറയുമ്പോൾ മുഖ്യമന്ത്രി പരിചയപ്പെടുത്തിയ ഒരൊറ്റ പേരും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരുടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെ? ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കണില്ല, മനസ്സിലാകാൻ വേണ്ടി പറയാണ്. സമസ്തക്കാർ എന്ന് പറയുന്ന ഇവിടെ പ്രസംഗിച്ചു പോയ പ്രത്യേകിച്ച് AP വിഭാഗത്തിലെ ആളുകൾ, മുജാഹിദുകളെ കുറിച്ച് പറയാറുള്ളത് പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ഇവർ. മുമ്പും മാറി നിന്നിട്ടില്ല, ഇപ്പോഴും മാറി നിൽക്കുന്നില്ല, ഇനി മാറി നിൽക്കുകയുമില്ല. മലയാളികൾക്കൊക്കെ അറിയുന്ന മുൻകാല സമര പോരാളികളെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്ക്. വക്കം മൗലവിയെ കുറിച്ച് കേൾക്കാത്തവരുണ്ടോ? ഈ മൊയ്തു മൗലവിയെ കുറിച്ച് പറയാത്തവരുണ്ട്? അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് സംസാരിക്കാത്തവരുണ്ടോ? ഇവരൊക്കെ ആരൊക്കെ നിങ്ങൾ പരിശോധിച്ചോ? KM മൗലവി എടുത്ത് പരിശോധിച്ചോ? അവരൊക്കെ രാഷ്ട്രീയ രംഗങ്ങളിൽ ശക്തരായി സജീവരായി പ്രവർത്തിച്ച ആളുകളാണ്. ശക്തമായ രാഷ്ട്രീയ പിൻബലമുള്ളവരാണ്. നാടിന്റെ നന്മയ്ക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇവര് സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ച് നവോത്ഥാന ചരിത്രം പറയാൻ ആവശ്യപ്പെട്ടപ്പോ സഖാവ് പിണറായി വിജയൻ എന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി പരാമർശിച്ച പേരൊക്കെ വഹാബികളുടെ പേരായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ കാരണം? ഇതൊക്കെ ഏതൊരു മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ്. ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസ്ഥാനം പ്രിയപ്പെട്ടവരെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയും നാടിന്റെ നന്മക്ക് വേണ്ടിയും പ്രവർത്തിച്ചവരാണ്, ഇപ്പോഴും പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ മുഖാമുഖം നടത്തിപ്പോയ ആളുകൾ വലിയൊരു പരാതിയാണ്, ചോദിക്കാൻ ആരും വരുന്നില്ല. എങ്ങനെ ചോദിക്കാൻ വരിക? ഭയങ്കര പരാതിയാണ്. ഞങ്ങൾ സംഘടിപ്പിക്കുന്ന മുഖാമുഖ വേദിയിൽ മാന്യമായി ഒരു കൂലിപ്പണിക്കാരനും ചോദിക്കാം, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ചോദിക്കാം, വിഷയമറിയാൻ താല്പര്യമുള്ള ഏത് സാധാരണക്കാരനും ചോദിക്കാം. എന്ന വലിയ മുഖാമുഖ വീരനായി അറിയപ്പെടുന്ന അലവി സക്കാഫിയോട് ഒരു സാധാരണക്കാരൻ പോയി ചോദിച്ചാൽ അയാളുടെ ചോദ്യത്തിലെ അക്ഷരപ്പിഴവാണ് ആദ്യം പിടിക്കുക. അയാളിട്ട് വട്ടം കറക്കല പണി. കാരണം ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് നിൽക്കട്ടെ, ഉത്തരത്തിലേക്കൊക്കെ പിന്നെ വരാം. ഇവിടെ ക്ലിപ്പിട്ട ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഒരുപാട് മുഖാമുഖങ്ങൾ കഴിഞ്ഞു പോയത് ഇനിയൊരു അവസരം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അപ്പൊ കാണിക്കും. ഇപ്പൊ സംഘാടകരൊക്കെ പറഞ്ഞു ഇപ്പൊ ക്ലിപ്പൊന്നും വേണ്ട, അതുകൊണ്ട് ആ മേഖലയിൽ ഇപ്പൊ കടക്കുന്നില്ല. ഒരു സാധാരണക്കാരൻ ചോദിച്ചാൽ ചോദ്യത്തിലെ അക്ഷരപ്പിഴവോ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്കോ അതിന്റെ നഹവിയായ പ്രശ്നങ്ങളോ പിടിച്ചിട്ട് അയാളെ വട്ടം കറക്കാന്നല്ലാതെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ഒരു ഏർപ്പാട് അദ്ദേഹത്തിന് ഇല്ല. എന്നിട്ട് പറയാം എന്താ ചോദിക്കാൻ വരാത്തത്? പ്രത്യേകിച്ച് ഞങ്ങൾക്ക് തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു പാരമ്പര്യവും ഇല്ല. മനസ്സിലായില്ലേ? പച്ച ശിർക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ പാടുപെടുന്ന ഇവിടെ മുഖാമുഖം നടത്തിയ അലവി സക്കാഫിയെ പോലെയുള്ള ആളുകളോട് അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും ചോദിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന അർത്ഥത്തിൽ അല്ലത് പറയുന്നത്.
ഇവിടെയൊക്കെ ക്ലിപ്പിട്ട ഒരു സംസാരാണെങ്കിൽ എല്ലാ നന്മയും നമുക്ക് കിട്ടുന്നത് മടവൂരിൽ നിന്നാണ് എന്ന് 2022-ലും 2023-ലും പ്രസംഗിക്കുന്നവരാ ഉസ്താദുമാര്. എന്ത് നന്മ മുസ്ലിങ്ങൾക്കുണ്ടോ മുഅ്മിനീങ്ങൾക്കുണ്ടോ അത് മടവൂരിൽ നിന്നാണ്. ഈ ദുനിയാവിലെ നന്മയും വരാനിരിക്കുന്ന പരലോകത്തിലെ നന്മയും നമുക്ക് ലഭിക്കാനുള്ളത് മടവൂരിൽ കിടക്കുന്ന ശൈഖുലയിൽ നിന്നാണ് എന്ന് പ്രസംഗിക്കുന്നവരോട് ഞങ്ങൾക്ക് എന്ത് ചോദിക്കാനാ? ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഇവിടെ മുസ്സലഹികാര പറയും മുദബ്ബിറുൽ ആലമായി പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു 60-ലധികം കൊല്ലം ജീവിച്ച പാവപ്പെട്ട മാനസിക അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നതിന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്ന ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള അദ്ദേഹമാണല്ലോ നേതാവ്. പിന്നെ അതിന്റെ താഴെയുള്ളവരോട് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് എന്ത് ചോദിക്കാനാ? സംശയമുണ്ടോ ഞാൻ പറയുന്നത് വെറുതെ ആണെന്ന്? പലരും പറയും ലോകത്ത് ഒരുപാട് പ്രശ്നം നടക്കണേ, ഫലസ്തീനിൽ പാവപ്പെട്ട മക്കൾ വേദനിക്കണേ, സഹോദരിമാർ ഏറെ പ്രയാസപ്പെടുകയാണ്, ആയിരക്കണക്കിന് മക്കളും സഹോദരിമാരും സുഹൃത്തുക്കളുമാണ് ഫലസ്തീനിന്റെ മണ്ണിൽ മരണപ്പെട്ടു തീർന്നത്. നിങ്ങൾ വടുവഞ്ചാല് പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വന്ന് ഈ സമസ്തയും ഈ മുജാഹിദും പറഞ്ഞ് നേരം കളയുകയാണോ എന്ന് ചോദിക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത്, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ പൗരത്വ ബില്ലിന്റെ പ്രശ്നം വന്നപ്പോ നമ്മളെല്ലാരും ഒരുമിച്ചിരുന്നിട്ടില്ലേ? ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ടില്ലേ? സമസ്തയിലെ എല്ലാ വിഭാഗങ്ങളും മുജാഹിദിന്റെ സംഘടനയിൽപ്പെട്ടവരും തബ്ലീഗിൽപ്പെട്ടവരും ജമാഅത്തിൽപ്പെട്ടവരും എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു. ഇനിയും ഇരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അതിലൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് കടുത്ത ശിർക്ക് പറയുന്നത് ഉണ്ടാതിരിക്കോ? ഒരിക്കലുമില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഞാൻ പറയുന്നത് ക്ലിയറാണ്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അല്ലേ? ചില ആളുകൾ പറയണേ ഇവിടെ ആളുകളൊക്കെ വലിയ വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വലിയ മദ്യത്തിനും മയക്കുമരുന്നിനും MDM ഒക്കെ അടിമപ്പെട്ട് വലിയ കുടിയിലേക്ക് വീടാൻ പോവുക. അപ്പോഴാ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഈ മദ്യത്തിന്റെ കുടിയേക്കാൾ, ലിബറലിസത്തിന്റെ കുടികളെക്കാൾ അറിയോ ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള അഗാധഗർത്തമായ കുടിയേക്കാൾ, ഒരു വാഹന അപകടത്തെക്കാൾ വലിയ അപകടം പിടിച്ചതാണ് വരാനിരിക്കുന്ന പരലോകം എന്ന് പറയുന്ന ലോകം, നരകമെന്ന് പറയുന്ന കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയുടെ കുടി. അതുകൊണ്ട് ആ നരകാഗ്നിയെ കുറിച്ച് പറയാൻ മറ്റു ചെറുകുടികൾ നമുക്ക് തടസ്സമല്ല. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഞാൻ അങ്ങനെ തന്നെ ഞങ്ങളോട് പറയുന്നത്, ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാന കസേരകളിൽ ഇരിക്കുന്നവർക്ക് ഒരുമിച്ച് ലെറ്റർ അയക്കണം. ഇവിടുത്തെ സമസ്തയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒരുമിച്ചിരുന്ന് ലെറ്റർ തയ്യാറാക്കി ഒരുമിച്ച് ഒപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ഇനിയും അയക്കും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കും. വടുവഞ്ചാലുണ്ടോന്ന് എനിക്കറിയില്ല. പല സ്ഥലത്തും ആളുകൾ പറയും ഒരു ലിബറൽ സ്വഭാവമുള്ള ആളുകളുണ്ട്. സമസ്തക്കാരെ കണ്ടാലും സലഫികളെ കണ്ടാലും തബ്ലീഗിന്റെ ആളുകളെ കണ്ടാലും എല്ലാം ശരി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഷോപ്പിംഗ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് പറയും എന്തിനാ ഈ മറുപടി, ഇതിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്? നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, വ്യക്തിഹത്യ നടത്താനല്ല, ഒരു സംഘടനയെയോ സമൂഹത്തെയോ ഇകഴ്ത്താനല്ല. ഈ റമദാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ ഒരു അഖില റമദാനെ പോലെയുള്ള പ്രോഗ്രാം വെച്ചാ പോരെയെന്ന് ചോദിക്കും. മുസ്ലിങ്ങളെ, നമ്മുടെ ബേസ് ക്ലിയർ ആവണം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് CM മടവൂര് പോലെയുള്ള ആളുകളാ ലോകം നിയന്ത്രിക്കുന്നത്. അയാളെ കണ്ടാ തന്നെ സ്വർഗം കിട്ടുന്നതാണ്. കണ്ടവർക്കൊക്കെ സ്വർഗം ഉണ്ടെന്നാ പ്രസംഗിക്കുന്നത്. എങ്ങനെ? CM-നെ ജീവിതത്തിൽ കണ്ടവർക്ക് സ്വർഗമുണ്ട്. അപ്പൊ ഇനിയും കിട്ടും. കാരണം എന്താ അറിയോ? അയാൾ ഇപ്പോഴും പണ്ട് കുളിച്ചിരുന്ന കുളത്തിലേക്ക് ഇടക്കിടക്ക് കുളിക്കാൻ വരാറുണ്ട്. അപ്പൊ മുമ്പ് കണ്ടവർക്കല്ല, ഇനിയും ചാൻസ് ഉണ്ട് കാണാൻ.
ഇങ്ങനെയുള്ള പൊള്ളത്തരങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, അരുത്, അന്ധവിശ്വാസത്തിലേക്ക്, അതിന്റെ അഗാധ ഗർത്തത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകല്ലേ എന്ന് പറയും. ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല. ഉണ്ടോ? പരിശുദ്ധ ഖുർആനിൽ നൂറുകണക്കിന് ആയത്തുകളാണ് റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും ആ പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരാൾ ഉറക്കത്തിലേക്ക് പോകുമ്പോ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് രണ്ട് കൈകളിലേക്ക് മൂടി എന്നിട്ട് എന്നിട്ട് ഓതുകയാണ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. അല്ലേ? പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹയ, പ്രാർത്ഥിച്ചിട്ടാ കിടക്കുന്നത്. ബിസ്മിക റബ്ബി വളഅതു ജംബി, പ്രാർത്ഥിച്ചിട്ടാ ഒരു മുസൽമാൻ അവന്റെ വിരിപ്പിലേക്ക്, അവന്റെ ബെഡിലേക്ക് വലതുഭാഗം ചെരിഞ്ഞു കിടക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് 2 മണിക്കും 1 മണിക്കും 3 മണിക്കും 4 മണിക്കും നെട്ടി ഉണർന്നാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു മുഅ്മിൻ ഉണരുന്നത്. അല്ലേ? ടോയ്ലറ്റിലേക്ക് കിടക്കുമ്പോൾ ഇടതുകാല് വെച്ച് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ടോയ്ലറ്റിലേക്ക് ഇടതുകാല് വെക്കുന്നത്. അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ വലതുകാലിനെ മുന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് മുസ്ലിം ഏത് വിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ, പള്ളിയിലേക്കോ പുറത്തേക്കോ വീട് വിട്ടിറങ്ങുമ്പോ, സുബ്ഹിക്ക് പള്ളിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചിറങ്ങുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പ്രാർത്ഥിച്ചിട്ടാ പള്ളി പോണത്. ഒരു സമസ്തക്കാരനും ഒരു സലഫികളും മുജാഹിദും ഒക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടല്ലേ? ഒരൊറ്റ പ്രാർത്ഥന, ഒരൊറ്റ ദുആ, ഒരൊറ്റ ദിക്ർ അല്ലാഹുവല്ലാത്തവരോട് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇവിടെ മുഖാമുഖം നടത്തിയ മുഖാമുഖ വലിയ അതിന്റെ ആ വലിയ ആളുകളായി പറയുന്നവർക്ക് ഒരൊറ്റ സംഭവം ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? മുത്തുനബിയുടെ ജീവിതത്തിൽ, സഹാബത്തിന്റെ ജീവിതത്തിൽ, താബീങ്ങളുടെ ജീവിതത്തിൽ, മദ്ഹബിന്റെ ഇമാമുകളുടെ ജീവിതത്തിൽ റബ്ബല്ലാത്ത ഒരു ശക്തിയോട്, ഒരു വ്യക്തിയോട്, ഒരു നബിയോട്, ഒരു ഔലിയാക്കന്മാരിൽപ്പെട്ടവരോട്, അമ്പിയാക്കന്മാരിൽപ്പെട്ടവരോട്, മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളോട്, മഹാരഥന്മാരോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ വരി പറഞ്ഞത്, വരി വേണ്ട ഒരു വാക്ക് പറഞ്ഞത്, വാക്കും വേണ്ട ഒരക്ഷരം പറഞ്ഞത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുകയല്ലാതെ, കെട്ടുകഥ പറയല്ലാതെ ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ എന്താ വഴി? ഇതിനൊന്നും മറുപടിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളാ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കാൻ ഇവിടുത്തെ മുസ്ലിങ്ങളോട്. ഞാൻ ഇവിടുത്തെ മുസ്ലിങ്ങളും എല്ലാവരും മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ മഗ്രിബ് വരെ പറഞ്ഞു. എന്നാൽ ഞാൻ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, എന്ത്? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്റെ വാക്കുകൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബ കിറാം റളിയല്ലാഹു അൻഹും നമുക്ക് ജീവിച്ചു കാണിച്ചു തന്ന ഒരു പാതയാണ് അള്ളാഹുവിന്റെ ദീനാകുന്ന അൽ ഇസ്ലാം എന്ന് പറയുന്ന പാത. തർക്കല്ലല്ലോ. ഈ മതത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്തു എന്ന് പറയാൻ ഇവിടെ മുഖാമുഖം നടത്തിയവർ അല്ലാത്തവർ ഇനി മുഖാമുഖം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ, ഇനി ഖണ്ഡനം പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കാൻ വിനീതമായിട്ട്, എന്ത്? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം ദീനിലേക്ക് ഏതെങ്കിലും ഒരു ബിദ്അത്ത് കടത്തിക്കൊണ്ടുവന്നത് ദീനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കരുത്. ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? ഇവിടെ വരും അതിന്റെ വിശദീകരണങ്ങൾ. ഇല്ല. സഹാബത്ത് കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഖബറിൽ വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടോ? ഖബറിന്റെ മേലെ ഒരു കുറ്റിപ്പുര കെട്ടി അവിടെ ഇരുന്ന് ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഏതെങ്കിലും അർത്ഥത്തിൽ ഖബറാളികളോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് അൽ ഫാത്തിഹ വിളിച്ചിട്ടുണ്ടോ? ആ സൂറത്തുൽ മുൽക്ക് അവിടെ വെച്ച് പാരായണം ചെയ്തിട്ടുണ്ടോ? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുത്തുനബിയും സഹാബ കിറാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളലായ ദിക്ർ ഉറക്കെ ചൊല്ലി കടന്നുപോയ സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു സഹാബിയുടെ മരണം നടന്നപ്പോൾ ഖബറിന്റെ അടുത്ത് പോയിട്ട് തൽഖീൻ ഓതിയ കഥ അല്ലാഹുവിന്റെ റസൂൽ റാത്തി പറയോ? സഹാബത്തിന് കുതുബിയത്ത് അറിയോ? ഇനി നിങ്ങൾ തിരിച്ചു ചോദിക്കും മുജാഹിദുകളോട്. തലമുട്ടപ്പന്മാരായ ഉസ്താദുമാരെ കൊണ്ടുവന്ന് വടുവഞ്ചാലിൽ പ്രസംഗിപ്പിച്ചിട്ട് ചോദിക്കണം ഇവിടുത്തെ മുജാഹിദുകളോട്, നിങ്ങൾ ഈ ചെയ്യുന്ന ഏർപ്പാട് നബി ചെയ്തിട്ടുണ്ടോ? പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മൈക്കിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? ഞങ്ങളോട് നിങ്ങൾ ബിദ്അത്ത് നിങ്ങൾ തെളിവാ? അല്ലാഹുവിന്റെ റസൂൽ മൈക്കിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? ഞാൻ അത് പറയണങ്ങൾ ചിന്തിക്കാനാണ്, കുറ്റപ്പെടുത്താനല്ല. ആളുകൾ പറയും എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്? സത്യം മനസ്സിലാക്കണം, അതിനുവേണ്ടി പറയാണ്. ആരോട് നമുക്ക് വിരോധോ ദേഷ്യമൊന്നുമില്ല. എല്ലാവരോടും എന്റെ വാക്കിൽ എന്തെങ്കിലും ഒരു അക്ഷരം അധികപ്പെട്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കണേ എന്ന് പറയാനാണ് ഇത് പറയുന്നത്. തിരിച്ച് ഇങ്ങനെ ചോദിക്കല്ലാതെ സമ്മേളനം നടത്തിയിട്ടുണ്ടോ? അറബിക് കോളേജ് തുടങ്ങിയിട്ടുണ്ടോ? ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയിട്ടുണ്ടോ? ഇങ്ങനത്തെ ചോദ്യമല്ലാതെ ദീനിന്റെ ഭാഗം
ഭാഗമായി ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞു വരിക. അവിടെ നിസ്കാരത്തിന് ശേഷം ഒരു കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടില്ല. എന്നാൽ ഞങ്ങള് പല സമയത്തും ഞങ്ങളുടെ ഇമാമുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന് ശേഷം അവസാനം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ആമീൻ പറയാറുണ്ട്. അത് ഒരു പ്രത്യേക സുന്നത്താണ് എന്ന അർത്ഥത്തിൽ ചെയ്യലല്ല. അള്ളാന്റെ റസൂൽ നിസ്കാരത്തിന് ശേഷം ഒരു കൂട്ടുപ്രാർത്ഥന നടത്തിയത് ശീലമുണ്ടോ? ബേക്കിലുള്ള ആളുകൾ, രണ്ട് സൊഫിലെ ആളുകൾക്ക് നിസ്കാരത്തിന് ഒരു റക്അത്ത് കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ വെച്ച് ഉറക്കെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ നിസ്കാരം വരെ ബസ്പാസാക്കുന്നതായാലും എന്നാലും ഉറക്കെ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ എത്ര കാര്യം ചോദിക്കാം. കണ്ണൂക്ക് അള്ളാന്റെ റസൂൽ നടത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ, ഖുർആനിലില്ല, ബുഖാരിയിലില്ല, മുസ്ലിമിലില്ല, തിർമിദിയിലില്ല, നസായിലില്ല, ഇബ്നു മാജയിലില്ല, എവിടെയെങ്കിലും ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിൽ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു കണ്ണൂക്ക് നടന്നത്, ഒരു 7-ന്റെ അന്ന് ഒരു ആഘോഷം നടന്നത്, ഒരു 21-ന്, ഒരു 40-ന്, ഒരു ആണ്ടിന്, മരിച്ച ദിവസം ഒരു പ്രത്യേക സദ്യ, ഒരു പ്രത്യേക പരിപാടി, ആളുകൾ ഒരുമിച്ച് കൂട്ടല്, ഒരു പരിപാടി അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഞങ്ങള് തെറ്റാണെന്ന് പറയുമ്പോ, ഇല്ലാത്ത സ്വലാത്ത് ഉണ്ടാക്കി ചൊല്ലുമ്പോ, യഥാർത്ഥ സ്വലാത്ത് ചൊല്ലണേ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത സ്വലാത്ത് പറയുമ്പോ നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇവരൊരു പുതിയ കൂട്ടരാണ്, സ്വലാത്തില്ലാത്തവരാണ്, മുത്തുനബിയെ സാധാരണ മനുഷ്യനാക്കുന്ന ഒരു വിഭാഗം പുതിയ ആളുകളാണ് എന്ന് പറഞ്ഞ് ആളുകളെ വഴിപിടിപ്പിക്കുക എന്നതല്ലാതെ താത്വികമായി ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും തെളിവടിസ്ഥാനത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം മതത്തോടോ ഞങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ വിമുഖത കാണിക്കുന്നത് പറയാൻ ആർക്കാ കഴിയ? തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നത് പോലെ, ഞങ്ങൾ ചോദിക്കുന്നത് പോലെ ഖുതുബിയത്ത് നബിക്കുണ്ടോ? റാത്തീബ് ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയ 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നത് പോലെ ഏതെങ്കിലും കഴിഞ്ഞു പോയ നബിമാരെ 1000 വട്ടം വിളിച്ച് സഹാബിയുടെ വീട്ടിലോ മുത്തുനബിയുടെ വീട്ടിലോ വരുത്തുന്ന സമ്പ്രദായം, 1000 വട്ടം ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ മറവ് ചെയ്തുപെട്ട് കിടക്കുന്ന മഹാനായ പണ്ഡിതനായ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ 1000 വട്ടം വിളിച്ചാൽ വീട്ടിന്റെ റൂമിൽ അടച്ചിട്ട ജനല് വാതിലുകളെല്ലാം അടച്ച് ലൈറ്റ് ഓഫ് ആക്കി ഇരുട്ടിൽ ഒരു നടുക്കൊരു പൊടി വിതറി അവിടെ മൊയ്തീൻ ശൈഖ് വരുമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന ഏർപ്പാട് അന്ന് മൊയ്തീൻ ശൈഖ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ? ശൈഖിനെ വിളിച്ചോ എന്ന് ചോദിക്കുന്ന അർത്ഥമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു നബിമാരെ വിളിച്ച് ഈ അർത്ഥത്തിൽ ഒരു ഏർപ്പാട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഇതൊക്കെ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോ ഇങ്ങോട്ട് ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കല്ല. അതുകൊണ്ടാണ് ആളുകളോട് പറയുന്നത്, ഇവര് വേറിട്ട് നിൽക്കുന്ന ആളുകളാണ്, ഇവര് ഒരു പ്രത്യേക ടീമാ, ഇവര് തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഇത് ശക്തമായി തൗഹീദ് പറയും. ദീനിൽ ഇല്ലാത്തത് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ എതിര് പറയും, അല്ലേ? ഏതെങ്കിലും ഓൺലൈനിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞ് കോടികൾ സമ്പാദിക്കുമ്പോ പാവപ്പെട്ട മനുഷ്യരുടെ പോക്കറ്റ് അടിക്കുമ്പോ അരുതെന്ന് പറയും. അത് പറയേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അത് രാജ്യത്തിന്റെ മതേതരത്വ സംവിധാനവും പെർമിഷൻ സംവിധാനവും നിലനിൽക്കുന്ന കാലം വടുവഞ്ചാലിൽ എന്നല്ല, കേരളക്കരയിലെ മുക്കുമൂലകളിൽ, തെരുവീതികളിൽ, കവലകളിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയും. രാജ്യം മുഴുവൻ മനുഷ്യർക്കും അനുവദിച്ചു കൊടുക്കുന്ന കാര്യം അത് എഴുന്നേറ്റ് പറയണം. ഇല്ലെങ്കിൽ ആരെതിർക്കും ഈ തിന്മകളെ? അതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഇനി വരാൻ പോകുന്ന പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. തിരിച്ച് ഞങ്ങളോട് ചോദിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ദീനിലേക്ക് പുതുതായി ചേർത്തിട്ടുണ്ടോ? ഞങ്ങൾ ഒതുകൊടുക്കുമ്പോ നിസ്സാരമായ കാര്യം തല ഒരു പ്രാവശ്യം തടവുന്നുള്ളൂ. ഹദീസിൽ വന്നതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഞങ്ങൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്, മുത്തുനബി അനുവദിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഹദീസ് 1 അല്ല 2 അല്ല 10 അല്ല 20 അല്ല 30 അല്ല 50 അല്ല, എത്ര ഹദീസ് വേണം? സ്ത്രീകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പള്ളിയിൽ പോയിരുന്നു എന്നതിന് ആ ഹദീസ് ഉള്ളത് കൊണ്ടാണ്. എന്നാൽ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകരുത് എന്നത് സ്വഹീഹായ ഒരൊറ്റ ഹദീസ് കാണിച്ചു തന്നാൽ 100 കണക്കിനൊന്നും ഹദീസ് വേണ്ട. ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളോട് പറയും, അരുത്, വേണ്ട, പോവണ്ട എന്ന് പറയും. ഇഷ്ടം പോലെയുണ്ട്. സ്ത്രീകളെ പള്ളിയിൽ തൊട്ട് തടയും. സുബൈക്ക് ജമാഅത്തിന് മുത്തുനബിയുടെ കൂടെ അള്ളാന്റെ റസൂലിന്റെ പിറകിൽ പുരുഷന്മാര്, ആ പുരുഷന്മാരുടെ പിറകിൽ സ്ത്രീകള് മൂടിപ്പൊതച്ച് അവർ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നത് ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹായ ഹദീസിലില്ലേ? ഉണ്ട്. അപ്പൊ ഞങ്ങൾ പ്രമാണത്തിലുള്ളതാണ് പറയുന്നത്, നിർബന്ധമായിട്ട് അവരെ വലിച്ചുകൊണ്ടോണമെന്നല്ല. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, അള്ളാന്റെ റസൂല് മലയാള
മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹിന്ദിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കർണാടകയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ അറബി തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ മുത്തുനബി അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ പറഞ്ഞു എന്ന്? ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയൂല. പിന്നെ അല്ലാഹുവിന്റെ റസൂല് വഅദ് നടത്തിയിട്ടില്ലേ? ഉണ്ട്. പ്രസംഗിച്ചിട്ടില്ലേ? ഉണ്ട്. മലയാളത്തിലാ? അല്ല. അലബി സക്കാഫി ഇവിടെ മലയാളത്തിലല്ലേ പ്രസംഗിച്ചത്? അല്ലാഹുവിന്റെ റസൂല് കൂലിട്ട് വിചാരിച്ച് പ്രസംഗിച്ചതൊക്കെ അറബിയിലാ. ഭാര്യമാരോട് സംസാരിച്ചത് അറബിയിലാ. കച്ചവടം നടത്തിയത് അറബിയിലാ. നാട്ടിലെ ആളുകളോട് സംസാരിച്ചത് അറബിയിലാ. പള്ളിന്നും പള്ളിന്റെ പുറത്തുനിന്നും പ്രസംഗിച്ചത് അറബിയിലാ. ആർക്കാ തർക്കമുള്ളത്? ആർക്കാ തർക്കമുള്ളത്? അപ്പൊ പറയാ അതൊക്കെ വേറെ വിഷയാണ്. ആയിക്കോട്ടെ. ജുമുഅ എന്ന് പറഞ്ഞത് ഏതുപോലെയാണ്? ആ ഖുത്ബ നിസ്കാരം പോലെയാണ്. അത് നിങ്ങളുടെ വകയാണ്. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല ളുഹർ 4 റക്അത്താ, ജുമുഅ 2 റക്അത്താക്കി, 2 ഖുത്ബ പകരം. എന്നാലേ നിസ്കരിക്കുന്നത് കിബിലക്ക് തിരിഞ്ഞിട്ടാ, ഖുത്ബ പറയണതോ കിബിലക്ക് പിന്നിട്ടിട്ടാ. അപ്പൊ പിന്നെ എങ്ങനെ ഒരേപോലെ ആവുക? നിസ്കാരത്തില് വർത്തമാനം പറയാൻ പറ്റുമോ? നിസ്കാരത്തിൽ വർത്തമാനം പറയാൻ പറ്റുമോ? പറ്റൂല. ഖുത്ബയിലോ മിണ്ടാതെക്കാൻ പറ്റൂല. ഒരാള് സലാം പറഞ്ഞ് മെമ്പർമ കയറി ബാങ്ക് കൊടുത്ത് എണീറ്റ് ഒന്നും മിണ്ടില്ല, മൗന ഖുത്ബ. പറ്റുമോ? ളുഹർ പോലെ ഖുത്ബ പറയണെന്ന്. ആ ഇന്നത്തെ ഖുത്ബ ളുഹർ നിസ്കാരം പോലെയാണ്. ഒച്ച പുറത്ത് കേൾക്കൂല. പിന്നെ അയാളെ ഖത്തീബാക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും. അല്ലാഹുവിന്റെ റസൂൽ ജുമുഅക്ക് പള്ളിയിൽ വന്ന ഒരാൾ നിസ്കരിക്കാതെ, സുന്നത്ത് നിസ്കരിക്കാതെ ഇരുന്നപ്പോ ആ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖും, എഴുന്നേൽക്ക്, സ്വല്ലി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചോക്ക്. വടുവഞ്ചാലിലെ എന്റെ സാധാരണക്കാരായ മനുഷ്യരുങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചോക്ക്. നബി ഖുത്ബക്കിടയിൽ സുന്നത്ത് നിസ്കരിക്കാതിരുന്ന ആളോട് എണീക്ക് സുഹൃത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്? നിങ്ങൾ ഉസ്താദ് ഏടെടുത്ത് വായിക്കാണ്. അതിന്റെ അടിയിൽ ആരാ പള്ളിയിൽ നേരം വൈകി വന്നതെന്ന് നോക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏടുക്കാണ് കണ്ണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി ഏട് വായിക്കുന്നതിനിടയിൽ ഒരാൾ വന്നിരുന്നു, അറബിയിൽ പറഞ്ഞു ആ യാ ഖീ ഖും വസല്ലി റക്അത്തൈനി എന്ന് പറഞ്ഞാൽ വന്നാക്ക് മനസ്സിലാവും അയാൾ നിസ്കരിക്കോ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പള്ളിയിൽ വന്ന ആള്, പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാതെ ഇരുന്നപ്പോ എഴുന്നേറ്റ് നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഖുത്ബയില് ആ വന്ന സഹാബിയോട് സംസാരിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖുത്ബ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഖുത്ബ കുറിച്ച് എഴുതിയ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖുത്ബ 2 ഖുത്ബകളായിരുന്നു. യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതും ഖുത്ബയിൽ, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. വടുവഞ്ചാലിലെ സമസ്തയുടെ പള്ളിയിൽ 50 കൊല്ലം ഖുത്ബ കേൾക്കാൻ പോയിട്ട് നിങ്ങൾക്ക് ഒരു വരി അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുത്ബ സഹാബത്ത് പറയാ, ഞങ്ങൾ ഖുത്ബയിൽ നിന്നാണ് ഇന്നത് പഠിച്ചത്. അപ്പൊ അമേരിക്കയിലെ മുസ്ലിങ്ങളില്ലേ? ഉണ്ട്. ഒരു ഖുത്ബ ഇംഗ്ലീഷിലാണ്. കാനഡയിലില്ലേ? ഇല്ലേ? മുസ്ലിങ്ങൾ ജർമ്മനിയിലില്ലേ? തമിഴ്നാട്ടിൽ ഖുത്ബ തമിഴിലില്ലേ? കർണാടകയിൽ കന്നഡയിലില്ലേ? ഉണ്ട്. നമ്മളെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഡൽഹിയിലും ബോംബെയിലൊക്കെ ഖുത്ബകള് വ്യത്യസ്ത ഭാഷകളിലില്ലേ? ലോകത്തിന്റെ നാനാഭാഗത്ത് അറബികളുടെ രാജ്യമാകുന്ന UAE-യിൽ മലയാളത്തിൽ 2 പള്ളിയിൽ ഖുത്ബ നടക്കുന്നുണ്ട്. ഒന്ന് ദൽമൂക്ക് മസ്ജിദിൽ മലയാളത്തിലെ ഖുത്ബ, അവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തത് മലയാളികൾക്ക് മനസ്സിലാകാന്. ഷാർജയിൽ മലയാളത്തിൽ ഒരു പള്ളിയിൽ ഖുത്ബ, ഹുസൈൻ സലഫിയാണ് അവിടെ ഖുത്ബ. ഇംഗ്ലീഷിൽ ഖുത്ബ നടക്കുന്ന പള്ളി ഷാർജയിലുണ്ട്. കുവൈത്തിൽ ഇഷ്ടം പോലെ പള്ളിയുണ്ട്. ഇതൊക്കെ എന്തേ അനുവദിച്ചു കൊടുക്കുന്നത്? അവിടെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്ലെ? കാന്തവര ഉസ്താദ് പോയിട്ട് സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളിയിൽ പോയി ഖുത്ബ പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്തേ അവിടുത്തെ ആളുകൾക്കൊന്നും മനസ്സിലാണില്ലേ? തിരിയുന്നില്ലേ? അപ്പൊ അറബിയിൽ തന്നെയാണ് പറയേണ്ടത്. എല്ലാവർക്കും അറബി അറിയുമെങ്കിൽ എന്തിനാ ഖുത്ബ? ഇതൊരു വെറുതെ ഇങ്ങനെ ഒരു ഒച്ചപ്പാടാണോ? ആളുകൾക്ക് മനസ്സിലാകാനാണ്, ആളുകൾക്ക് ഇത് തിരിച്ചറിയാനാണ്. അതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. ഇതൊക്കെ ആളുകളെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടീസനാക്കാൻ കഴിയില്ല. അപ്പോഴാണ് നിങ്ങൾ ഇതൊന്നും കേൾക്കരുത്, സഹകരിച്ചു കൊടുക്കരുത്, യുവാക്കളോട് മാറി നിൽക്കണം എന്നൊക്കെ ഞങ്ങൾ ഈ വടുവഞ്ചാല് ആളോട് പറയാം. അപ്പൊ ഞങ്ങളൊരു ഗണ്ഡന ശൈലിക്കൊന്നും കടന്നിട്ടില്ല. ഞങ്ങൾ സാധാരണ പ്രസംഗം നടത്തുന്നത്. ഗണ്ഡന ശൈലിക്കൊക്കെ വരണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പൊ പ്രവേശിക്കാം. ഞാൻ ഇവിടുത്തെ വടുവഞ്ചാലിലെ മുജാഹിദുകളോട് പറയാ, ഇവിടുത്തെ സഖാഫിയാകട്ടെ അല്ല വേറെ ഏതെങ്കിലും ഉസ്താദുമാരാകട്ടെ, പ്രസംഗിക്കുന്നത് മുഴുവനും നിങ്ങൾ കേട്ടോളൂ. എവിടെയെങ്കിലും സൈഡിൽ വന്നിരുന്ന് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പൊ നിങ്ങൾ കൂടുതൽ നല്ല മുജാഹിദാവും.
ഒരു പേടി ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഒരു സക്കാഫിന്റെ 2 മണിക്കൂർ പ്രസംഗം കേട്ടാ ഒലിച്ചു പോകുമെന്ന് വിചാരിക്കുന്നതല്ല ഇസ്ലാമിന്റെ ആദർശം. അല്ല, ധൈര്യമായിട്ട് കേട്ടോളൂ. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആ മുജാഹിദുകളുടെ പ്രസംഗം വടുവഞ്ചാലിൽ ഉണ്ട്, ഇന്ന ഡേറ്റിന്, എല്ലാരും പോയി കേട്ടോളൂന്ന് നിങ്ങളെ ഖത്തീബും നിങ്ങളെ ഉസ്താദും നിങ്ങളെ പണ്ഡിതന്മാരൊന്ന് പറയട്ടെ. നിങ്ങളെ പള്ളി പൂട്ടേണ്ടി വരും 4 കൊല്ലം കഴിഞ്ഞാൽ. കാരണം എന്താ അറിയോ, ആളുകൾക്ക് തിരിയും വിഷയം, ആളുകൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾ ധൈര്യത്തോടെ പറയുന്നു. കാന്തപുരം ഉസ്താദിന്റെ പ്രസംഗം കേട്ടോളൂ, പേരോട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടോളൂ, അലവി സക്കാഫിയുടെ പ്രസംഗം കേട്ടോളൂ, പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ടോളൂ. നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, ലോകത്ത് മരിച്ചുപോയ വലിയ വലിയ മഹത്തുക്കളുടെ അർവാഹുകൾ ലോകം നിയന്ത്രിക്കുന്നവരിലുണ്ട് എന്ന് പറയാൻ ലോകത്താദ്യമായി അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്ത പണ്ഡിതനായി അറിയപ്പെടുന്ന ബഹുമാന്യനായ കാന്തപുരം, ഞാൻ വ്യക്തിഹത്യ നടത്തുന്നില്ല, എന്ന ആയത്തോതിയിട്ട് ലോകത്താദ്യമായി ആ ആയത്തിന് ഒരൊറ്റ തഫ്സീറിലും ലോകം നിയന്ത്രിക്കുന്ന മഹത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മരിച്ചുപോയ മഹാന്മാരുടെ അർവാഹുകൾക്ക് അതിൽ റോളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ദുർവ്യാഖ്യാനം ചെയ്ത് ലോകത്തെ പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കുമ്പോ ഏറ്റവും വലിയ ഉസ്താദുമാരെ എഴുന്നേറ്റുന്നത് പറയുമ്പോ ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരിക. ഇവിടെ മുഖാമുഖ നടത്തിയ ആമുഖ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിച്ചതല്ല, നിർവാഹമില്ലാത്തതുകൊണ്ട് പറയാണ്. ഞങ്ങള് സമാധാനത്തിൽ നമ്മുടെ വീട്ടിലിരിക്കാൻ നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ശിർക്കിലേക്ക് ആളുകളെ വിളിക്കുകയാണ്, തോന്നിയമാസത്തിലേക്ക് ആളുകളെ വിളിക്കുക. എന്റെ നാടിന്റെ തുടച്ചപ്പുറത്ത് മുജാഹിദുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അറിവിൻ നിലാവ് എന്നുള്ള പ്രോഗ്രാം, ആ അറിവിൻ നിലാവിന്റെ പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കിടക്കുന്ന മൊയ്തി ഷേഖ് ഇവിടെ വന്നിട്ട് പോവണേ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. അതുകൊണ്ട് ഞങ്ങൾ അതിനെ എഴുന്നേറ്റ് മറുപടി പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ഒരു ഗണ്ഡന മണ്ഡന ശൈലിയിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിച്ചിട്ടില്ല, പ്രവേശിക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. എന്തിനാ ഇത് പറയുന്നത്? ചില ആളുകളുടെ മനസ്സിലുണ്ട്, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്? പിന്നെ നിങ്ങൾ ഇത് മുജാഹിദ് പള്ളി നടക്കണ ക്യാമ്പിൽ നിങ്ങൾ വന്ന് കേൾക്കുവോ? കേൾക്കൂല. സമസ്തന്റെ പള്ളി നടക്കണ ക്യാമ്പിൽ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയിട്ട് കേൾക്കുവോ? അതുമില്ല. അപ്പൊ അങ്ങാടിയിൽ വന്ന് ആരെയും ചീത്ത പറയാനല്ല, ആരെയും വ്യക്തിഹത്യ നടത്താനല്ല. ഹക്ക് ഹക്കായി പഠിക്കണം, സത്യം സത്യമായി അറിയണം. ഏറ്റവും ബേസായ കാര്യമെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെട്ട് പഠിക്കണം എന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് വേഗതയിൽ കാര്യങ്ങൾ പറയുന്നത്. കാരണം തൗഹീദിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്, അല്ലേ? ഞാൻ തിരിച്ചു പറഞ്ഞില്ലേ, നിങ്ങൾ ഓരോന്ന് പഠിച്ചോ, ഞങ്ങളുടെ കൈ കെട്ടുന്നത് വരെ. ഇതൊന്നും ഒരു തർക്ക വിഷയത്തിന് പറയല്ലോ. ഒരാൾ ഇപ്പൊ കുറച്ച് താഴെ കൈയെട്ടി അയാൾ നരകത്ത് പോകുന്നൊന്നും പറയാനില്ല. ഒരു കൈ നെഞ്ചത്ത് കെട്ടിയത് വരെ. നിങ്ങൾ ഞങ്ങളുടെ ഈ വടുവഞ്ചാൽ ഒരു സാധാരണ മുജാഹിദിനോട് ചോദിച്ചോക്കെ, എന്താ നിങ്ങൾ അങ്ങനെ കെട്ടാൻ കാരണം? അയാൾക്ക് ഹദീസ് അറിയില്ലെങ്കിൽ ഉടനെ അറിയുന്ന ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് ഹദീസ് അങ്ങോട്ട് പറഞ്ഞുതരും. അല്ലാഹുവിന്റെ റസൂല് വലത്തേക്കായി ഇടത്തേക്കായി മേൽ വെച്ച് അല സ്വദിരിഹി നെഞ്ചത്ത് കൈവച്ചു എന്ന ഹദീസ് കൽപ്പിച്ചു തരും. നിങ്ങൾ പള്ളിയിൽ കെട്ടുമ്പോ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ വയറ്റത്ത് കെട്ടാൻ കാരണം? ഞങ്ങളെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ പഠിച്ചത്, ഹദീസ് കിട്ടൂല. മനസ്സിലായില്ലേ? എന്തെങ്കിലും തല 3 വട്ടം തടവുന്നത് എന്ന് നിങ്ങളോട് തിരിച്ചൊരു പാവപ്പെട്ട സമസ്തയിലെ കുട്ടിയോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ അങ്ങനെ പഠിച്ചത്. മുജാഹിദിനോട് ചോദിച്ചാലോ, എന്താ നിങ്ങൾ 1 വട്ടം തടവാനുള്ള കാരണം? ഹദീസാണത്, അല്ലാഹുവിന്റെ റസൂല് തല 1 പ്രാവശ്യവും ചെവി 2 തവണയുമാണ് തടവിയത്. തർക്ക വിഷയത്തിന് വേണ്ടി പറയില്ല, പ്രമാണുണ്ട്. എന്താ നിങ്ങൾ മരിച്ചത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുണ്ടാതെ പോകുന്നത്? ഞങ്ങൾ പറയും, നിങ്ങളെ പള്ളി ദർസിലെ കിതാബ് എടുക്ക്, നിങ്ങളെ പള്ളിയിൽ അരമാരിൽ വെച്ച അൽ അദ്കാർ എടുക്ക്. ഇമാം നബവി മഹാനായ പണ്ഡിതന ആ കിതാബ് ഇങ്ങോട്ട് കൊണ്ടുവരും. അൽ അദ്കാർ അതിലൊരു പേജ് മറിക്ക്. പറയുന്നത് കേട്ടോ, അസ്സുകൂത്ത് ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണം. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്, മരിച്ച മയ്യത്തുമായി പോകുമ്പോൾ ഖുർആൻ ഓതി ശബ്ദമുയർത്തരുത്, ദിക്ർ ചൊല്ലി ശബ്ദമുയർത്തരുത്, അതല്ലാത്തത് കൊണ്ടും ശബ്ദമുയർത്തരുത്. കിതാബിലും പ്രമാണത്തിലുമുള്ളതാ, വാശി കൊണ്ടല്ല. നിങ്ങളോട് തിരിച്ചു വയ്ക്കുക, എന്താ നിങ്ങൾ മയ്യത്ത് കൊണ്ടും ഉറക്കെ ചെല്ലണത്? നബി ചൊല്ലിയതുകൊണ്ട്, ഹദീസിലുള്ളതുകൊണ്ട്, പ്രമാണത്തിലുള്ളതുകൊണ്ട് എന്നല്ല. എന്താ പറയാ, അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയോട് എതിരാലേ, നിങ്ങൾക്ക് തുടങ്ങിയില്ലേ ചോദ്യം ചോദിക്കണ അസുഖം എന്നാ ഞങ്ങളെ മറുപടി ഉണ്ടാവുക. പ്രമാണത്തിൽ ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോന്നെടുക്ക്. ഞങ്ങൾ എന്താ കബർ കെട്ടിപ്പടുക്കാത്തത്? ഞങ്ങളുടെ കയ്യിൽ ഒരു കബർ കെട്ടിപ്പടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? 10 15 വെട്ടുകല്ല് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണോ? 2 ചാക്ക് സിമന്റ് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടാണോ? ഒരു ഗുഡ്സ് മണലിറക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ ജാറുണ്ടാക്കാത്തത്? അല്ല സുഹൃത്തുക്കളെ, മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് ഹദീസ് പറഞ്ഞു കൊടുക്കും. നഹാ റസൂലുള്ളാഹ്
അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചതാണ് അൻ യുജസ്സൽ ഖബറു വഅൻ യുബ്ന അലൈഹി വഅൻ യുഖഅദ അലൈഹി വഅൻ യുക്തബ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖബറിന്റെ മേലെ എഴുതരുത് എന്ന് പറഞ്ഞ ഹദീസുണ്ട്. ഖബറിന്റെ മേലെ കയറിയിരിക്കരുത് എന്ന ഹദീസുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ കെട്ടിപ്പടുക്കരുത് എന്ന ഹദീസുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ മേലെ കുമ്മായമോ സിമന്റോ പൂശരുത് എന്ന് പറഞ്ഞ ഹദീസുണ്ട്. നിങ്ങളോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കുക, എന്താ ഖബറുകൾ കെട്ടിപ്പടുക്കാനുള്ള കാരണം? അത് എന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്താ കാരണം? പ്രമാണില്ല. നിങ്ങൾ പറഞ്ഞുകൊടുക്കി സാധാരണക്കാർക്ക് അല്ലാഹുവിന്റെ റസൂൽ ഏത് ഖബറാ കെട്ടിപ്പടുത്തത്? സ്വഹാബികൾ ഏത് ഖബറാ കെട്ടിപ്പടുത്തത്? കെട്ടിപ്പടുക്കാൻ പറഞ്ഞത് എവിടെ? ഒരു വാശിയുടെ സംസാരമല്ല. ഇത് മനസ്സിലാക്കണം എന്ന് പറയാൻ അതങ്ങോട്ട് പറയണത്. എന്റെ വാക്കിൽ അധിക പറ്റായിട്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ പഠിക്കണമെന്ന അർത്ഥത്തില. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കലല്ല സുഹൃത്തുക്കളെ. മറുപടി ഇല്ലെങ്കിൽ പിന്നെന്താ അറിയാലോ, ഇവർ തീവ്രവാദമാണ്, ഒറ്റപ്പെട്ടവരാണ്, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. ഒരു സ്ഥലത്തും മാറി നിന്നിട്ടില്ല. ഒരു സ്ഥലത്തും. ഈ നാട്ടിലെ ഒരു ഹിന്ദുവിന്റെ പ്രശ്നം ഉണ്ടാകട്ടെ, അവിടെ മുജാഹിദുകൾ മുന്നിലുണ്ടാവും. CH സെന്ററിന്റെ ചരിത്രം പരിശോധിച്ച് നോക്ക്, എത്രയോ മുജാഹിദുകളുടെ പൈസ ഉണ്ട്. എന്താ കാരണം? അത് എത്രയോ രോഗികൾക്ക് ആശ്വാസമുള്ളതാ. എവിടെ നന്മയുടെ പ്രവർത്തനം ഉണ്ടോ അവിടെയൊക്കെ സെലഫികളുടെ പൈസയും അധ്വാനം ഒക്കെ ഉണ്ടാവും. ഒരു മാറി നിൽക്കലില്ല. രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥ പറഞ്ഞു ഞാൻ. നിങ്ങൾ പഠിച്ചോ? മുൻകാല ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞ പേരുകളൊക്കെ എടുത്ത് പഠിച്ചോക്ക്. അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം പുലർത്തിയവരും അതിനുവേണ്ടി പോരാടിയവരുമാണ്. എന്താ കാരണം? ഈ ആദർശം വെച്ച് പുലർത്തുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇവിടെ ഒരു കല്യാണം ഉണ്ട് പാവപ്പെട്ട കുട്ടിയുടേത്, ഞങ്ങൾ മാറി നിൽക്കൂല. ഇവിടെ ഒരു വീട് പൊളിഞ്ഞു വീണിട്ടുണ്ട് ഒരാളുടേത്, ഞങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കൂല. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാതെ നമ്മൾ സഹകരിക്കും, സഹായിക്കും. എന്താ കാരണം? അതൊക്കെ ഒരു മനുഷ്യത്വത്തിന്റെ ഭാഗ. മുത്തുനബി പഠിപ്പിച്ചതാ അല്ലേ? അയൽവാസിയുടെ ജാതി നോക്കാതെ മതം നോക്കാതെ അവൻ വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വിളിച്ചാൽ അവർ ഇഷ്ടമുണ്ടെങ്കിൽ അവർ വരും. നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ പോകും. ഒരു ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമായി അറുത്തതോ അതിന്റെ പൂജയുടെ ഭക്ഷണമോ അല്ലെങ്കിൽ നമ്മൾ പോയി കഴിക്കും. അത് അവരുടെ വിശ്വാസമാണ്. മലക്ക് പോകാൻ മാല കിട്ടാൽ നമ്മൾ വിളിച്ചാൽ അവർ വരൂല. അതിന് നമുക്ക് അവരോട് ദേഷ്യമില്ല. എന്നെ കേട്ട ഹിന്ദു വടുവഞ്ചാലിലുണ്ടെങ്കിൽ നീ മലക്ക് പോകാൻ മാലിട്ട് നിൽക്കുന്ന സമയത്ത് നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണത്തിന് വിളിച്ചാൽ നീ പറയും, ഇപ്പൊ ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന്, ക്രിസ്ത്യാനികളെ വീട്ടിൽ നിന്ന്, ഹിന്ദുക്കളുടെ ഹിന്ദു അല്ലാത്ത വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭയങ്കര തീവ്രവാദി ഞങ്ങൾ പറയില്ല. എന്താ കാരണം? അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഹിന്ദു ഞങ്ങളെ വിളിച്ച് ഇതാ കല്യാണം ഉണ്ട് മോളെ, ഞങ്ങൾ പോകും. ഞങ്ങളെ വീട് കയറി താമസിച്ചിട്ട് ഞങ്ങൾ പോകും. ഒന്ന് വരണം, നമ്മളൊരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോകും. പിന്നെ എന്നാലൊരു ദൈവവിശ്വാസ ഭാഗം അറുത്താൽ ഒരു പൂജയുടെ ഭാഗമായിട്ടുള്ള ഭക്ഷണം ഏകദൈവ വിശ്വാസത്തിനെതിരായതുകൊണ്ട് ഞങ്ങൾ അവരോട് കുതർക്കം നടത്തൂല, പറയും ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ വരൂല. അത്രേ ഉള്ളൂ. ഇതെന്താ? ഇതാണോ തീവ്രവാദം? ഇതാണോ ഭീകരവാദം? അതുപോലെ നിങ്ങൾ വിളിച്ചാലും സമസ്തക്കാര് വിളിച്ചാലും ഞങ്ങൾ പോവും, അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, അതൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഏതെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്താൽ ഞങ്ങൾ വേണ്ടാന്ന് പറയും. അള്ളാഹു അല്ലാത്തവരുടെ കൂലി ആഗ്രഹിച്ച് നേർച്ചയാക്കിയ ഞങ്ങൾ വേണ്ടാന്ന് പറയും. ഇസ്ലാമിലില്ലാത്ത പലതും ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറയും. ചിരിഞ്ഞു കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയും. അതെന്ത്? അത് വിശ്വാസത്തിന്റെ ഭാഗ അല്ലേ? ഇങ്ങനെ ബഹുദൈവ ആരാധകർ കൂടി നിൽക്കുന്ന സ്ഥലത്ത് കൂടി മുത്തുനബി കടന്നു പോകുമ്പോ അവര് പറഞ്ഞു, കയ്യൊന്ന് പൊട്ടി ഇങ്ങനെ സെലൂട്ട് കാണിച്ചാൽ മതി, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കൊന്നും വേണ്ട. അപ്പൊ അല്ല പറഞ്ഞു, ഈ സൂറത്ത് അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ട് ലാസ്റ്റ് അല്ല പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എന്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ. അതാണ് ഈ രാജ്യത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പൈതൃകം. ഇവിടുത്തെ ഹിന്ദുക്കളുടെ ആഘോഷത്തിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ബഹുമത ആഘോഷാക്കില്ല. പിന്നെ അവരാഘോഷം പങ്കെടുത്തോ പ്രവേശിക്കുകയാണ്. അവ പറഞ്ഞത് ഇതൊന്നൊരു വാശിയുടെയും ഏതെങ്കിലും ഒരു വിരോധത്തിന്റെയും വർത്തമാനമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഇത് വെട്ടിത്തുറന്ന് പറയാൻ വേറൊരാളും എഴുന്നേറ്റ് നിൽക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇതിലൂടെയാണ് ആളുകൾക്ക് മാറ്റം ഉണ്ടാവുക. അതുകൊണ്ടാ പേടി, കേൾക്കരുത് പറയണത്. ഞാൻ മിനിഞ്ഞാന്ന് പ്രസംഗിച്ചത് കർണാടകയിലെ സുള്ളിയയിലെ പൈച്ചാറിലാണ്. അവിടെ പള്ളി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പോവരുതിട്ടോ. ചില ഉസ്താദുമാരെ ക്ലിപ്പുണ്ട്, ഞങ്ങൾക്ക് ഇടാൻ സമയമില്ല, അല്ലെങ്കിൽ ഒരു ക്ലിപ്പിംഗ് പ്രോഗ്രാം അല്ല. മുജാഹിദുകളുടെ ഒരു 1, 2, 3 പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ ആളുകൾ മാറുകയാണ്. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല. ഇനി ഇവിടെ സക്കാഫികളോ വലിയ ഉസ്താദുമാരോ വന്നോട്ടെ, മുജാഹിദുകൾ അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടോളൂ. പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്.
എന്നാടെ ഒരു വിഷയം വരുമോ, പൊതുവിഷയം വരുമോ, നിങ്ങൾ വിളിക്ക്, നമ്മളെല്ലാവരും ഒരുമിച്ച്. ഒരു മാറി നിൽക്കലില്ല. ഞാൻ ഇനി അത് ആവർത്തിക്കണില്ല. ഒരു മാറി നിൽക്കലുണ്ടാവില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവുന്നുണ്ട്, അവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കും. ജാതി, മതം, വർഗം, വർണ്ണം ഒന്നും നോക്കൂല. അല്ല, ആദർശാണ്. അത് വേറിട്ട് നിൽക്കണം. മുൻകാല രാഷ്ട്രീയ നേതാക്കന്മാരായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ശക്തരായി ലീഗിന്റെ വേദിയിലൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയ പ്രസംഗം നടത്തും. പക്ഷേ ആദർശ രംഗമെത്തുമ്പോൾ അവർ ആദർശത്തെ വെട്ടിത്തുറന്ന് പ്രസംഗിക്കും. പാരമ്പര്യം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. അവർ ആ വേദിയിൽ പ്രസംഗിക്കും. ആദർശ രംഗത്ത് ആദർശം വെട്ടിത്തുറന്ന് പ്രസംഗിക്കും. അതിനൊരു പ്രശ്നമില്ല. ഞങ്ങൾ മുജാഹിദുകളോട് നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം, പൊതുപ്രവർത്തനത്തിന് ഇറങ്ങണം, സമൂഹത്തിന്റെ നാനാ തുറകളിലേക്ക് ഇറങ്ങണം. ഒന്നിൽ നിന്നും മാറി നിൽക്കരുത്. പക്ഷെ ആദർശം പണയം വെക്കരുത്. അത്രേ ഞങ്ങൾ പറയാറുള്ളൂ. പിന്നെ ഞങ്ങൾക്കൊരു പതാക കാണിച്ചിട്ട് ആളുകളെ വിളിക്കാനില്ല. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കലില്ല. ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ മരിച്ചോയിക്കോ. ഞങ്ങളൊരു രാഷ്ട്രീയ പതാക ഉയർത്തിയിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കലില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞതിന്റെ ഇത് പരലോക രക്ഷയ്ക്ക് വേണ്ടിയുള്ള സംസാരമാണ്. ഇത് പരലോക മോചനത്തിനും മോക്ഷത്തിനും വേണ്ടിയുള്ള സംസാരമാണ്. അല്ലാതെ ഒരു വാശിയൊന്നുമില്ല. നമുക്കെല്ലാവർക്കും റബ്ബിന്റെ കോടതിയിൽ നാളെ ചെന്ന് നിൽക്കേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. ഒറ്റക്കൊറ്റക്ക് നിന്ന് മറുപടി പറയേണ്ടി വരും. തൊലികൾ വരെ എതിർ സാക്ഷി പറയുന്ന ഒരു കോടതി വരാനുണ്ട്. തിന്മ ചെയ്തവർക്കെതിരെ അവരുടെ തൊലികൾ എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് എന്ന് തൊലികൾ അവരവരോട് ചോദിക്കുന്ന ഒരു സന്ദർഭം നാളെ പരലോകത്ത് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആശയത്തിനെ ആശയം കൊണ്ട്, ആദർശത്തിനെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റാതെ വരുമ്പോഴാണ് ആളുകൾക്ക് മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വെറുതെ തീവ്രതയുടെയും വർഗീയതയുടെയും ഒക്കെ പേര് പറഞ്ഞ് ഇവർ വേറെ ടീമാണെന്ന് പറഞ്ഞ് ഇതൊന്നും ഈ ലോകത്ത് നടക്കൂല. ഇതൊക്കെ ഒരു എല്ലാ ആളുകളെ കുറിച്ചും പഠിക്കാൻ സോഷ്യൽ മീഡിയകൾ വഴി കേട്ടോ, പുതിയ എല്ലാ ആധുനിക ടെക്നോളജിയുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെ കുറിച്ചും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങോട്ട് മോശം വർത്തമാനം പറയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഗ്രൂപ്പിസത്തിന്റെ തല്ലു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കൊന്നു തീർത്ത കഥ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതൊന്നൊരു അങ്ങാടിയിൽ പറയേണ്ട കഥയല്ല. മറിച്ച് ആദർശം കൊണ്ട് നേരിടാൻ നമ്മുടെ പണ്ഡിതന്മാരും ഉസ്താദുമാരും തയ്യാറാകണം. അള്ളാഹു നിങ്ങളെയും ഞങ്ങളെയും ഒക്കെ സത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് സമൂഹത്തിന്റെ മുമ്പിൽ പറയാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഖണ്ഡനത്തിന്റെയോ ഒരു ഖണ്ഡന മണ്ഡനത്തിലേക്കോ മറുപടി പ്രസംഗത്തിലേക്കോ ഒന്നും ഞങ്ങൾ കടന്നിട്ടില്ല. ഇനി വരാൻ പോകുന്ന പ്രസംഗവും ആ അർത്ഥത്തിലൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും അതുപോലെ തെറ്റിദ്ധരിപ്പിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാക്കലും ഒക്കെ വടുവഞ്ചാലിൽ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ക്ലിപ്പിംഗ് അടക്കമുള്ള പ്രോഗ്രാമുകൾ നമ്മൾ വെക്കും. അതിൽ തർക്കമില്ല, അതൊരു സംശയമില്ല. അപ്പൊ ആളുകൾ പറയും അതെന്തിനാ അങ്ങനത്തെ പരിപാടികളൊക്കെ എന്ന് നിങ്ങൾ ചോദിക്കരുത്. കാര്യങ്ങൾ പഠിക്കാനാണ്. എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ മതമില്ല, ഞാൻ ലാസ്റ്റ് വാക്കാം, മതം തന്നെ ഇല്ല, ദൈവം തന്നെ ഇല്ല എന്ന് പ്രസംഗിച്ചാൽ ആർക്കും പ്രശ്നമില്ല. ചിന്തിക്കണ്ട നിങ്ങള്. പല നാട്ടിലും അങ്ങനെയാണ്. ഞാൻ ഇവിടുത്തെ സുന്നികളോടും മുജാഹിദിനോടും ജമാഅത്തിനോടും തബ്ലീഗിനോടൊക്കെ പറയാ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് പറയാ, കച്ചവടക്കാരോട് പറയാ, ദൈവമില്ല എന്ന് വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചാല് ആർക്കും ഒരു പ്രശ്നമില്ല. അതിനൊന്നും ആരും ഒരു മറുപടിയും പറയില്ല. എന്നാ ഏകനായ ദൈവമുണ്ട്, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നേർച്ചുണ്ട്, അവനിലേക്ക് മാത്രമേ അത് അർപ്പിക്കാൻ പാടുള്ളൂ. വഴിപാടുകളുണ്ട്, പടച്ചോന്റെ കൂലി മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. സത്യം ചെയ്യുമ്പോൾ അള്ളാന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഖബർ സിയാറത്തുണ്ട്, ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോയിട്ടും പോവാതെയും ഖബർ കാണാൻ പോകുന്ന നമുക്ക് മരണബോധം ഉണ്ടാകാനാ, നമുക്ക് പരലോക ബോധം ഉണ്ടാവാനാ, അല്ല സിയാറത്ത് ടൂർ നടത്താനല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത മുറുമുറുപ്പ് തുടങ്ങി. മനസ്സിലായില്ലേ? പടച്ചോല്ല എന്ന് പ്രസംഗിച്ചാലോ ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ ലിബറലിസം പറയാ, സ്വന്തം പെങ്ങളെ വ്യഭിചരിക്കാൻ, സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കാൻ, സ്വന്തം മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന്ന് കോഴിക്കോട് പ്രസംഗിച്ചിട്ടുണ്ട് ലിബറൽ വാദികള്. ആരൊക്കെ ഉണ്ട് ഇതിന് മറുപടി പറയാൻ?
ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു കോഴിക്കോട്, ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു ഓരോ ടൗണിലും ഓരോ മുക്കുമൂലകളിലും ലിബറൽ വാദികൾക്ക് മറുപടി പറയാൻ അവരുടെ ക്ലിപ്പിട്ട് പ്രസംഗിച്ചു. എത്രയോ സമൂഹത്തിന് കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇവർ മാടി വിളിക്കുന്നത് നന്മയിലേക്കല്ല, തോന്നിവാസത്തിലേക്കാണ്. പെങ്ങളെ, ഉമ്മാനെ, മകളെ വേണമെങ്കിൽ ലൈംഗികമായി ഉപയോഗിക്കാം, കുട്ടികൾ ഉണ്ടാകാതിരുന്നാൽ മതി എന്ന് പ്രസംഗിക്കുന്ന ലിബറൽ വാദികൾ കേരളത്തിലുണ്ട്. അറിയോ നിങ്ങൾക്ക്? അറിയോ? ആണും പെണ്ണും നമ്മളെ ലൈംഗിക താല്പര്യങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംഘങ്ങളുണ്ട് നമ്മുടെ കേരളത്തില്. സുഖമായിട്ട് മരിക്കാൻ കഞ്ചാവ് അടിച്ചാൽ മതി എന്ന് പ്രസംഗിക്കണ വലിയ ഉത്ബുദ്ധരാണെന്ന് പറയണ വലിയ ചിന്തകന്മാർ കേരളത്തിലുണ്ട്. സുഖമായിട്ട് മരിക്കാൻ കഞ്ചാവ് നന്നായിട്ട് ഉപയോഗിച്ചാൽ മതി. അറിയായിട്ടാണ് ആളുകൾക്ക്, അറിയാഞ്ഞിട്ടാണ് ഇവർ പ്രസംഗിച്ചു കൊടുക്കുകയാണ്. ഇവർക്ക് അറിയാഞ്ഞിട്ടാണ്, സമൂഹത്തിന് അറിയാത്തത് കൊണ്ടാ. ഞാൻ അയാളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കണില്ല. പിന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് മരിക്കണോ, എന്നാല് നന്നായിട്ട് കഞ്ചാവ് അടിച്ചോളൂ, നിങ്ങൾക്ക് ആസ്വദിച്ച് മരിക്കാന്ന് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ അതിനും മറുപടി പറയുന്നുണ്ട്. അറിയോ? ഒന്നിനും ഞങ്ങൾ മാറി നിൽക്കുന്നില്ല. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം നാളത്തെ പരലോകാണ്. ആ പരലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം തൗഹീദാണ്. ആ തൗഹീദ് പൊട്ടിപ്പോയാൽ സംഭവിക്കുന്നത് ശിർക്കാണ്. അതുകൊണ്ട് ആളുകളെ ഉത്ബുദ്ധരാക്കിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അധ്യക്ഷന് വേണ്ടി അടുത്ത പ്രഭാഷകനായ എന്റെ സുഹൃത്തായ ജാമിയ അൽ ഹിന്ദിലെ അധ്യാപകനായ ബഹുമാന്യനായ മൂസ സലാഹി കാരയെ ആദരപൂർവ്വം സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.